വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയുമുള്ള പേഴ്സണൽ ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം ആ പരിപാടിക്ക് പോകാതിരിക്കാം. പക്ഷേ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബന്ധത്തിൽ മാത്രം നിലകൊണ്ട് പോകേണ്ട ആൾക്കാരല്ലല്ലോ ഒരിക്കലും. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പോസ്റ്റർ വന്നിട്ടുണ്ടല്ലോ, ഒരു സ്ഥലത്ത് വെള്ളാപ്പള്ളി നടേശനും ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിയുമായി നിൽക്കുന്ന പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ എന്താണ്? ആ പോസ്റ്റർ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ. അവിടേക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ RSS നേതാക്കന്മാരുടെ ഫോട്ടോയും ആ പോസ്റ്റർ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് അതിനകത്ത് ഏക BJP കാരനെ കണ്ടത്? തുഷാർ വെള്ളാപ്പള്ളിനെയാണ്. കാരണം BJP ആയിട്ട് സംഘപരിവാറുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഏക ആളെ കണ്ടത് തുഷാർ വെള്ളാപ്പള്ളി. ബാക്കി മന്ത്രിമാരും ഇടതുപക്ഷവും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു അടവ് നയത്തിൻ്റെ ഒരു നെക്സ്റ്റ് ഘട്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണ്, ഞാനിത് ഇലക്ഷൻ വരികയാണ്, അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗൻഡ ഇനി അങ്ങോട്ട് നടക്കാൻ പോകും. എങ്ങനെയാണ് നടക്കാൻ പോവുക? തുഷാർ വെള്ളാപ്പള്ളി ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ച് BJPയുടെ കൂടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കൂടെയും മുന്നോട്ട് പോകും. ആ സമയത്ത് അതിൻ്റെ അമ്പുകളെല്ലാം എവിടെ ഏൽക്കേണ്ടി വരും? വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തും ഈ പറഞ്ഞ SNDP യോഗത്തിൽ. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന ഇപ്പോഴത്തെ ഒരു നയമാണ് ഈ പറയുന്ന പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള മന്ത്രിമാരുടെയും എല്ലാവരുടെയും ഒരു യോഗം വിളിച്ച് എന്നെ 30 വർഷം ആദരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അതോടുകൂടി ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ ഇവിടേക്ക് ഈ യോഗത്തിലേക്ക് ഒരു BJP കാരനെ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ ഈ യോഗത്തിലേക്ക് ഒരു കോൺഗ്രസ്സുകാരനെ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ പൂർണ്ണമായി നിങ്ങളുടെ കൂടെയാണ് എന്ന് കാണിക്കുക എന്നുള്ളത് മാത്രം. അതെന്ന് പറയുന്നത് ശുദ്ധമായ പൊള്ളത്തരാണ്.